രാത്രി ഒരു 11 മണിയൊക്കെ ആവുമ്പോൾ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് ബെഡിൽ കിടക്കും. പക്ഷെ പിന്നെ സമയം നോക്കുമ്പോഴായിരിക്കും രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക. അതിനിടയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ഫോണിൽ കണ്ടത്? ഏതോ കാർ അപകടം, കൊലപാതകം, അല്ലെങ്കിൽ ഭയങ്കര സങ്കടമുള്ള കുറച്ച് വാർത്തകളും വീഡിയോകളും അല്ലേ? മനസ്സിന് സങ്കടവും പേടിയും തരുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ മണിക്കൂറുകളോളം അത് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് സയൻസിൽ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഈ നെഗറ്റീവ് കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ ഈ ഒരു സാധനമാണ് മുതലെടുക്കുന്നത്. നമ്മൾ ഒരു സങ്കട വീഡിയോയിൽ കുറച്ചു സമയം കൂടുതൽ നിന്നാൽ അടുത്തത് അതിലും വലിയ നെഗറ്റീവ് സാധനം നമ്മുടെ ഫീഡിലേക്ക് വരും. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയാമോ? ഒന്ന്, ഫോണിലെ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തെ തടയുന്നു. രണ്ട്, രാത്രിയിൽ ഇത്തരം കണ്ടന്റുകൾ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോർ സ്ട്രെസ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പിന്നീട് വെറുതെ ഇരിക്കുമ്പോൾ പോലും അനാവശ്യമായ ഭയം, വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഓർത്ത് അമിതമായ ഓവർ തിങ്കിങ്, പിന്നെ ഉറക്കമില്ലായ്മയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ യാതൊരു എനർജിയും ഉണ്ടാകില്ല. അപ്പോ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? വൻ മാറ്റങ്ങളൊന്നും വേണ്ട, ചെറിയ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഉറങ്ങാൻ കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും ഫോൺ ദൂരേക്ക് മാറ്റി വെക്കുക. 2, ആപ്പുകൾക്ക് ടൈം ലിമിറ്റ് വെക്കുക. 3, ഫോൺ മാറ്റിവെച്ചിട്ട് ഒരു പുസ്തകം വായിക്കുകയോ മനസ്സിന് ശാന്തത തരുന്ന പാട്ടുകൾ കേൾക്കുകയോ ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ നല്ലൊരു ഉറക്കത്തേക്കാൾ വലുതല്ല ഈ സോഷ്യൽ മീഡിയ.